ഹലോ, ഞാൻ സിനി ഡൊമിനിക് ഫ്രം ഏഞ്ചലിക് മൈൻഡ് കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ് സെന്റർ. വിജയികളുടെ വിജയ രഹസ്യത്തിന് പിന്നിൽ എന്താണെന്ന് തേടിയാൽ നമുക്ക് മനസ്സിലാകും അത് അവരുടെ തളരാത്ത മനസ്സാണെന്ന്. ഹിമാലയം കയറി പല പ്രാവശ്യവും പരാജയപ്പെട്ട ഹിലാരി ഹിമാലയത്തെ നോക്കി പറയുമായിരുന്നു, അല്ലയോ ഹിമാലയമേ, ഇന്ന് നീ എന്നെ തോൽപ്പിച്ചു, നാളെ ഞാൻ വരും നിന്നെ തോൽപ്പിക്കാൻ. ഹിലാരി ഹിമാലയത്തെ തോൽപ്പിച്ചതിന് പിന്നിലെ ഹിലാരിയുടെ വിജയ രഹസ്യം ഹിലാരിയുടെ തളരാത്ത മനസ്സ്. അന്ധയും മൂകയുമായിരുന്ന ഹെലൻ കെല്ലർ ലോക പ്രശസ്തയായ റൈറ്റർ, സ്പീക്കർ ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റായി ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചതിന്റെ പിന്നിലെ വിജയ രഹസ്യം ഹെലൻ കെല്ലറുടെ തളരാത്ത മനസ്സ്. കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും അന്ധർക്ക് വേണ്ടി പുതിയ ലിപി കണ്ടുപിടിച്ച് തന്റെ മുറിവുകളെ മുഴുവനും അറിവുകളാക്കി മാറ്റിയ ലൂയിസ് ബ്രെയിലിന്റെ വിജയ രഹസ്യം ലൂയിസ് ബ്രെയിലിന്റെ തളരാത്ത മനസ്സ്. അടിമച്ചങ്ങലകൾ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുവാനായിട്ട് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അഹിംസയുടെയും നിരാഹാര സത്യാഗ്രഹത്തിന്റെയും പുതിയ ആയുധങ്ങൾ എടുത്ത് ഇന്ത്യൻ ജനതയെ നയിച്ച മഹാത്മാഗാന്ധിയുടെ വിജയ രഹസ്യം ഗാന്ധിയുടെ തളരാത്ത മനസ്സ്. പരാജയത്തിന്റെ പെരുമഴയായിരുന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഉന്നത സ്ഥാനത്തിൽ എത്തിച്ചേരുവാൻ അബ്രഹാം ലിങ്കനെ പ്രേരിപ്പിച്ച അബ്രഹാം ലിങ്കന്റെ ആ വിജയ രഹസ്യം അബ്രഹാം ലിങ്കന്റെ തളരാത്ത മനസ്സ്. തന്റെ പരീക്ഷണശാലയിലെ എല്ലാ പരീക്ഷണങ്ങളും കത്തിച്ചാരമായി പോയെങ്കിലും ആ ചാരത്തിൽ അമർന്നു നിന്നുകൊണ്ട് പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയ തോമസ് എഡിസന്റെ വിജയ രഹസ്യം തോമസ് എഡിസന്റെ തളരാത്ത മനസ്സ്. മണ്ടൻ എന്നോ വിഡ്ഢി എന്നോ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഐസക് ന്യൂട്ടൻ മഹാശാസ്ത്രജ്ഞനായി തീർന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയ രഹസ്യം ഐസക് ന്യൂട്ടന്റെ ആ തളരാത്ത മനസ്സ്. തളരാത്ത മനസ്സോടുകൂടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. മഹത്തായ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. സ്റ്റേ ഡിറ്റർമിൻഡ്.